വീണ്ടും സൗദിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഇവിടെ എയർപോർട്ടിലാണ്, ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊച്ചിൻ. അവിടെ നിന്ന് നേരെ ജിദ്ദയിലേക്ക് ഫ്ലൈ ചെയ്യണം. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവരെൻ്റെ കൂട്ടത്തിൽ വീണ്ടും ജിദ്ദയിലേക്ക് വരുന്നത്. ഫാമിലി, പ്രബുദ്ധ്, റാണി ഇവരെല്ലാം വരുന്നത്. അതുകൊണ്ട് ആലക്കുട്ടൻ ഇവിടെ ഭയങ്കര ഹാപ്പിയിലാണ്. പ്രബുദ്ധിനെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന ആലക്കുട്ടൻ എന്നാണ്. അവൻ ഭയങ്കര ഹാപ്പിയിലാണ്. ഞങ്ങൾ ഇങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നു. നമ്മൾ എങ്ങോട്ട് പോവാണ്? എങ്ങോട്ടാ പോന്നെ? ഗൾഫിൽ എവിടെ? ജിദ്ദയിലേക്ക് പോകണം. നമ്മൾ വിളിക്കും. നമ്മൾ ജിദ്ദയിലേക്ക് പോകാൻ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ജിദ്ദയിലേക്ക് പോവാണ്. വെക്കേഷനൊക്കെ കഴിഞ്ഞ് ജിദ്ദയിലേക്ക് അതിന് നമ്മൾ പോകുന്നത്. കണ്ടോ ലുലുവിൻ്റെ ഇതൊക്കെ കണ്ടോ? ലഗേജ് ഒക്കെ വന്നിട്ടുണ്ട്. ലുലുവിൻ്റെ ലഗേജ് സർവീസാണ് അവിടെ കാണുന്നത്. യെസ്, ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിങ്ങനെ കയറി. ഉംറക്കാരൊക്കെ ഒരുപാടുണ്ട്. ഹായ് ഗൈസ്, ഞങ്ങൾ സൗദി അറേബ്യയുടെ സൗദിയയ്ക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. കാരണം സൗദിയ ആണ് ഏറ്റവും കുറഞ്ഞ ഒരു ഫെയർ ഇവിടുന്ന് നൽകുന്നത്. ഇത് ഉംറയുടെ ലൊക്കേറ്റ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഫ്ലൈറ്റാണ്. ഞങ്ങൾ ഇവിടെ രാവിലത്തെ യാത്ര എയർപോർട്ടിലേക്ക്. ആണോ? പൊളിയായിരുന്നോ? ആലക്കുട്ടൻ്റെ മുമ്പ് എത്രാമത്തെ തവണയാ സൗദിയിൽ വരുന്നത്? ആണോ? ഹായ് സോറി. ആകാശം നല്ല ഇങ്ങനെ കിടക്കാണ്. അടിയിലെന്തോ ഒരു വെള്ളം കെട്ടി കിടപ്പുണ്ട്. എന്താണെന്നറിയില്ല. ആലക്കുട്ടൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കി മാളം നോക്കിയിട്ടുണ്ട്. എന്താ സംഭവം വരുന്നില്ല. വെള്ളം തന്നെയാണ് വെളിയിലത്തെ കാഴ്ചകളുമായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ആലക്കുട്ടൻ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. എന്നിട്ടും അവൻ ചോദിക്കുന്നത്, രണ്ടാമത്തെ ഇപ്പം ഫ്ലൈറ്റ് യാത്ര 3-4 ആയി. അവൻ എന്നിട്ട് ചോദിക്കുന്നത് ഭൂമിയുടെ വെളിയാണോ, സ്പേസിലോട്ടാണോ പോകുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. വളം എന്ന് യാത്ര ചെയ്താൽ ഇങ്ങനെ ഒരു ആലോചന വേണം. എന്താണെന്ന് മാത്രമേ
എങ്ങനെയുണ്ട് ഇന്റർനാഷണൽ എയർപോർട്ട് ജിദ്ദയിലെ അക്വേറിയം? അടിപൊളിയാണോ? ഷാർക്കുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ജിദ്ദയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ വലിയ അക്വേറിയമാണ്. പുതിയ എയർപോർട്ടിൻ്റെ വലിയ അക്വേറിയമാണ്. കാണാൻ നല്ല രസമുണ്ട്. ഒരുപാട് ഫിഷസ് ഒക്കെ ഉണ്ട്. നല്ല അട്രാക്റ്റീവായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് ഫ്ലോറിൽ നിന്ന് വേണം ഇത് കാണാവുന്ന രീതിയിലാണ്. പൊളിച്ചോ, ഇതെങ്ങനെയുണ്ട് പറയും കാണുന്ന അക്വേറിയം? എടുക്കാൻ ചെയ്യണം. ഇഷ്ടപ്പെട്ടോ? ആ പോയത്. ഓക്കെ, എന്നാ ശരി, നമുക്കെന്നാ വീട്ടിലോട്ട് പോവാം. എടാ സൗദിയിലെ വീട്ടിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ആൽക്കുട്ടൻ ഇവിടെ സൗദിയിലെ ജിദ്ദയിലെ പാർക്കിൽ വീണ്ടും എത്തി. ഒരു 1.5 വർഷത്തിന് ശേഷം അവൻ ഇവിടെ വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. വീണ്ടും പാർക്കിൽ വന്നപ്പോൾ എങ്ങനെയുണ്ടടി? അവൻ്റെ പഴയ പാർക്കിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്? പക്ഷെ ഇത് ഇവിടെ മെയിൻറ്റെയിൻസ് ചെയ്തു, അതുകൊണ്ടാണ്. അപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര വൃത്തിയായിട്ട്. കയറിക്കോ. അവൻ പണ്ട് കയറി ഓർമ്മയുണ്ടോ? ഇതുവഴിയില്ല മോൻ കയറി സ്ലൈഡ് ചെയ്ത് പോരെ. കമാ വാവ്, ഹൗസ് ഇറ്റ്? അത് കയറാൻ പറ്റുമെന്ന് തോന്നില്ല. മണ്ടേ കയറിയിട്ട് കട്ടക്കട്ടാന്ന് പോരെ. അപ്പുറത്തോടെ കയറി, ഇതുവഴി കയറി. ഇതുവഴി കയറിയത് നിന്നെ തിരിച്ചിരിച്ചു തരും. ഹെൽപ്പ് ചെയ്യണം. വാ, കൈയടി ഇപ്പുറത്തിലോ. കൈ ഒടിഞ്ഞു. ഈവനിങ്, യെസ്. Let's go. Yeah, it's good. No. It's dangerous. Dangerous. You will be fall down. ഒന്നര വർഷം മുമ്പ് ആൽക്കുട്ടൻ ഇതുപോലെ ഒരെണ്ണം മേടിച്ചു കൊടുത്താണ്. അവൻ ശരിക്കും ഓടിച്ചില്ല. ഇപ്പം നല്ല സൂപ്പറായിട്ട് ഓടിക്കുന്നുണ്ട് ഗീസ്. അടിപൊളിയായിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ സ്ലോ മോഷൻ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്ക്. അവൻ ഇങ്ങനെ കാല് ചവിട്ടി പോകുന്നുണ്ട്. അവനൊരു സൈക്കിള് മേടിക്കണം. അതിനുവേണ്ടി ഇങ്ങനെ ഞങ്ങൾ അടുത്ത് നോക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള യാത്രകളിലാണ് ഞങ്ങൾ. ജിദ്ദയിലെ ഹൈഫ മാൾ എന്ന് പറയുന്ന ഒരു മാളിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അവനിവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. പ്രത്യേകിച്ചും ഡ്രൈവിങ് അവന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും മാളിന് ലൈസൻസ് ഉണ്ട്. അപ്പം വൈഫിന് ലൈസൻസ് റെൻ്റ് ചെയ്ത് കിട്ടിയില്ല. പക്ഷേ ലൈസൻസായി കുറേ നാളായി. അവരെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്.
എനിക്ക് ആ ലോറിയുടെ സൗണ്ട് ഇഷ്ടമില്ല. ഏത് ലോറിന്റെ സൗണ്ട് ഇഷ്ടമില്ല? എനിക്ക് പെട്രോൾ സൗണ്ട് ഇഷ്ടം. ആണോ? ആലപ്പുഴനെ ഒരു കുട്ടികളുടെ ചെറിയ ഒരു പാർക്കിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നതാണ്, ലൈഫ് മാളിൽ. അവനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അവന് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, അവൻ ചെയ്യുന്നുണ്ട്. അവനതിൻ്റെ ചുറ്റിനും റൗണ്ടിൽ എല്ലാ ദിവസവും ഓടുന്നുണ്ട്. ഇപ്പം അധികം കുട്ടികളൊന്നും ഇല്ല, അതുകൊണ്ട് നന്നായിട്ട് അവന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സൈക്കിള് ഞങ്ങൾ മേടിക്കുന്നുണ്ട്, അതും കാണിക്കാം. ഹായ് ഗേൾസ്. ഇതാണ് ആലക്കുട്ടൻ്റെ പുതിയ സൈക്കിള്. നല്ല സൈക്കിളാണ്, കാണാൻ നല്ല സൂപ്പറാണ്. അലോയ് വീലുണ്ടോ ആലക്കുട്ട ഇതിന്? അലോയ് വീലുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്കാണോ? ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉണ്ട്. പിന്നെ പുള്ളി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് പഠിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഫുള്ള് ചവിട്ടാൻ അറിയില്ലായിരുന്നു, ഇപ്പം നന്നായിട്ട് ചവിട്ടുന്നുണ്ട്. 1.5 വർഷം മുമ്പ് ഒരു സൈക്കിൾ മേടിച്ച് കൊടുത്തിട്ട് അത് വലിയ കാര്യമായിട്ട് ഉപയോഗിച്ചില്ല. പക്ഷേ ഇപ്പം ഇത് വലിയ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം 6 വയസ്സായതുകൊണ്ടാണെന്ന് തോന്നുന്നു, നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് വേറൊരാളും കൂടെ ഇതിൻ്റെ കൊടുത്ത് ഓടിക്കുന്നുണ്ടല്ലോ, ഒരു കേള്. ഇപ്പം റൗണ്ടിൽ നന്നായിട്ട് ചവിട്ടുന്നുണ്ട്, നല്ല സൂപ്പറായിട്ട് ചവിട്ടുന്നുണ്ട്, ബെല്ലടിക്കുന്നുണ്ടല്ലോ. അതിന് കോമ്പസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ഇവിടെ ഒന്ന് ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ഞങ്ങൾ സെറ്റായി. ഇന്ന് വീണ്ടും കാണാം. ഓക്കെ, ബായ്. ഇടയ്ക്ക് വീണ്ടും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്.